നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 മികച്ച താരത്തിലുള്ള മാർക്കയുടെ പുരസ്കാരം വിനി ജൂനിയർക്കായിരുന്നു. മാർക്ക 100-ൽ ഒന്നാം സ്ഥാനത്ത് വന്നത് വിനി ജൂനിയറാണ്. മാർക്ക ഇപ്പോൾ വളരെ വിശദമായിട്ട് വിനി ജൂനിയറുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുന്നുണ്ട്. വിനീഷ്യസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു എ ഗോൾ സ്കോറർ. ഒരു ഗോൾ സ്കോററായിട്ട് മാറിയ വിനി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് അവൻ വളർന്നു കഴിഞ്ഞു എന്നാണ് അവർ വിലയിരുത്തുന്നത്. റയൽ മാഡ്രിഡിലേക്ക് അദ്ദേഹം ചേക്കേറിയ സമയത്തുണ്ടായ സ്ട്രഗിൾ എല്ലാവർക്കും അറിയാം. പിന്നെ അദ്ദേഹത്തിന് ഗോൾ സ്കോറിംഗ് മികവില്ല. ഇടതുപാർശ്വത്തിൽ അതിവേഗത്തിൽ കുതിക്കുന്നു, എതിരാളികളെ മറികടക്കുന്നു, പക്ഷേ ഫൈനൽ തേർഡിലെടുക്കുന്ന തീരുമാനങ്ങൾ പിഴക്കുന്നു, അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ വ്യാപകമായൊരു കാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവിടെ നിന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ, അതായത് ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആഞ്ചലോട്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും മികച്ച താരം അത് വിനി ജൂനിയറാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹം കാര്യങ്ങളെ മാറ്റിയെടുത്തത്. ആ ട്രാൻസ്ഫോർമേഷൻ്റെ നാൾവഴികൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പം ഈ ഒരു വർഷത്തെ മാത്രം കാര്യം നോക്കുക, 31 ഗോളുകളായി 2024 അദ്ദേഹത്തിൻ്റെ വക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അദ്ദേഹം നേടിയിട്ടുള്ളതിനേക്കാൾ 12 ഗോളുകൾ അദ്ദേഹം നേടിയിരിക്കുന്നു. മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൽ ഈ വർഷം അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ നേടിയ മറ്റാരുമില്ല എന്ന കാര്യം കൂടി നമ്മളൊന്ന് നോക്കണം. ഇനി അദ്ദേഹത്തിൻ്റെ ഗോളടിയുടെ കണക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഓരോ വർഷവും ഇങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന വിനി ജൂനിയറെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2018 നോക്കുക, 2 ഗോളുകളായിരുന്നു. ദെൻ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വക പിന്നീട് ഗോളുകളുമായിട്ട് അദ്ദേഹം ആറാടുന്ന കാഴ്ച. 2019 അദ്ദേഹം 4 ഗോളുകളാണ്, 2020 6 ഗോളുകളാണ്, 2021 15 ഗോളുകളായിട്ട് മാറുന്നു, 2022 അത് 20 ഗോളുകളായിട്ട് മാറുന്നു, 2023 19 ഗോളുകളായിരുന്നെങ്കിൽ ഈ സീസണിൽ അദ്ദേഹം ഇപ്പോൾ ഓൾറെഡി 31 ഗോളുകളിലേക്ക് കടന്നുപോയി എന്നർത്ഥം. അങ്ങനെ ഗോളിൻ്റെ കണക്ക് മാത്രം പറഞ്ഞാൽ പോരാ, വമ്പൻ മത്സരങ്ങളെത്തുമ്പോൾ വിനിയുടെ മികവ് മറ്റൊരു തലത്തിലേക്ക് മാറുന്നു. പ്രത്യേകിച്ച് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹത്തിൻ്റെ ഗോളിൻ്റെ കണക്ക്, അസിസ്റ്റിൻ്റെ കണക്കൊക്കെ സ്കൈ റോക്കറ്റഡ് ആയിട്ടുണ്ട്. നോക്കുക, 2024 ത്രൂ ഔട്ട് 2024 അദ്ദേഹത്തിൻ്റെ ഗോളിൻ്റെ കണക്ക്, ലീപ്സിഗിനെതിരെ അദ്ദേഹത്തിൻ്റെ ഗോൾ വരുന്നു, 2 എഗെയിൻസ്റ്റ് ബയേണിനെതിരെ വരുന്നു, 4 എഗെയിൻസ്റ്റ് ബൊറൂസിയ ഡോട്ട്മുണ്ട്. ദെൻ മിലാനെതിരെയും അറ്റ്ലാന്റയ്ക്കെതിരെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ സ്കോറിംഗ് മികവ് നമ്മൾ കാണുന്നു. സോ മികച്ച പ്രകടനമാണ് 2024 അദ്ദേഹം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടത്തിയിരിക്കുന്നു. 9 ഗോളുകൾ, അത് ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ, ഈ വർഷത്തെ ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ അദ്ദേഹത്തെ തലപ്പത്ത് നിർത്തുന്നു. ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തു എന്നുള്ളത് നമ്മൾ ഈ സീസണിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഈ വർഷം ഈ 2024 നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ സീസണിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 6 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിയുമ്പോൾ ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ, ഈ വർഷത്തെ ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ലെവൻഡോസ്കിയും കെയ്നും റാഫീഞ്ഞയും ഉണ്ട് എന്നത് നമ്മൾ മറക്കുന്നില്ല. പക്ഷേ 9 ഗോളുകൾ 10 അസിസ്റ്റുകൾ അതുകൂടി നോക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് മുന്നിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 31 ഗോളുകളാണ് ഈ വർഷം അദ്ദേഹം നേടിയത്. അദ്ദേഹത്തെക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് ലെവൻഡോസ്കിയും കെയ്നും എംബാപ്പയുമാണ്. അതുപോലെ ജൊനാഥൻ ഡേവിഡ് ആൻഡ് ഹാലൻഡ്. ഇപ്പം ലെവൻഡോസ്കി 41 ഗോളുകൾ, കെയ്ന് 40 ഗോളുകൾ, എംബാപ്പെ 34 ഗോളുകൾ, ജൊനാഥൻ ഡേവിഡ് ആൻഡ് ഹാലൻഡ് 32 വീതം ഗോളുകൾ. പക്ഷേ 13 അസിസ്റ്റുകൾ കൂടി അദ്ദേഹത്തിൻ്റെ വകയുണ്ട് എന്നതുകൂടി നോക്കുക. സോ പൊളിച്ചെടുക്കുന്ന വിനി, അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വളരെ കൃത്യമാണ്. ഒരു ഗോൾ സ്കോററായിട്ട് കൂടി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു, അൺസ്റ്റോപ്പബിളായി മാറിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.